വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇന്ന് നടന്ന അടിസ്ഥാന പാഠാവലി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. പാരഗ്രാഫ് നന്നപോലെ വായിച്ച് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് വായിക്കാം, എഴുതാം. ആദ്യകാലത്ത് ഗ്രീസിലെ ഒളിമ്പിയ മൈതാനത്തിൽ വെച്ചായിരുന്നു ഈ മഹാമഹം നടത്തിപ്പോന്നത്. ഒളിമ്പിക്സ് എന്ന പേര് തന്നെ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഗ്രീസിലെ ഒളിമ്പിയ മൈതാനത്തിൽ വച്ച് ആണിത് നടന്നു പോകുന്നത് കൊണ്ടാണ് ഇതിന് ഒളിമ്പിക്സ് എന്ന പേര് വന്നത്. ആ സ്മരണ നിലനിർത്താൻ ഒളിമ്പിയയിലെ ഒളിമ്പിക് ജ്വാലയിൽ നിന്ന് കൊളുത്തിയ ദീപശിഖ ഓട്ടക്കാർ മാറി മാറി എടുത്ത് ഒളിമ്പിക്സ് നഗരത്തിൽ എത്തിക്കുന്ന ഒരു ആചാരം 1936 മുതൽക്ക് ആരംഭിച്ചു. 1972 ഒളിമ്പിക്സിൽ 5976 ഓട്ടക്കാർ ദീപശിഖ വഹിച്ചുകൊണ്ടുള്ള ഓട്ടത്തിൽ പങ്കെടുത്തു. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ, ഇതാണ് ഒളിമ്പിക്സ് മുദ്രാവാക്യം. എന്താണ് അപ്പോൾ ഒളിമ്പിക്സ് മുദ്രാവാക്യം? കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ. 4 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഓരോ മത്സരത്തിലും പല ഇനങ്ങളിലും പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കപ്പെടുന്നു. അതിനാൽ കായികമായ കഴിവിലും മനുഷ്യവർഗം മുന്നേറുകയാണെന്ന് നമുക്ക് സന്തോഷിക്കാം. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഗ്രീസിലെ ഒളിമ്പിയ മൈതാനത്തിൽ വെച്ചായിരുന്നു ഈ മഹാമഹം നടത്തിപ്പോകുന്നത്. മഹാമഹം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തിനാണ്? എ ദീപശിഖ, ബി റെക്കോർഡുകൾ, സി ഒളിമ്പിക്സ്, ഡി ഒളിമ്പിക് ജ്വാല. എന്തിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഒളിമ്പിക്സിനെയാണ് അല്ലേ? അപ്പോൾ സി ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കായികമായ കഴിവിലും മനുഷ്യവർഗം മുന്നേറുകയാണ്. ഈ പ്രസ്താവനയുടെ ഏറ്റവും യോജിക്കുന്ന ആശയം എന്താണ്? മനുഷ്യവർഗം കായിക രംഗത്ത് മാത്രം മുന്നേറുന്നു, മനുഷ്യവർഗം എല്ലാ രംഗത്തും മുന്നേറുന്നു, മനുഷ്യവർഗം മുന്നേറുന്നതേ ഇല്ല, മനുഷ്യവർഗം കായിക രംഗത്തൊഴികെ മുന്നേറുന്നു. ഏതാണ്? മനുഷ്യൻ എല്ലാ രംഗത്തും മുന്നേറുന്നു എന്നുള്ളതാണ് ഇവിടെ യോജിക്കുന്ന ആശയം. സി ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒളിമ്പിക് മുദ്രാവാക്യം ക്രമമായി പരാമർശിക്കുന്നത്. എന്തിനെയാണ് പരാമർശിക്കുന്നത്? ശക്തി, വേഗം, ഉയരം, ഉയരം, ശക്തി, വേഗം, വേഗം, ശക്തി, ഉയരം, വേഗം, ഉയരം, ശക്തി. എങ്ങനെയാണ്? വേഗം, ഉയരം, ശക്തി, വേഗം, ഉയരം, ശക്തി. അതിനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മുദ്രാവാക്യം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കണം അല്ലേ? കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ. അപ്പോൾ വേഗം, ഉയരം, ശക്തി എന്നുള്ളതാണ് അവിടെ വരുന്ന ഉത്തരം. ഇനി നെക്സ്റ്റ്, 1972 ഒളിമ്പിക്സിൽ 5976 ഓട്ടക്കാർ ദീപശിഖ വഹിച്ചുകൊണ്ടുള്ള ഓട്ടത്തിൽ പങ്കെടുത്തത് എങ്ങനെയാണ്? 2-3 പേർ ഒരുമിച്ച് ചേർന്ന് മാറി മാറി ഏറ്റെടുത്ത് ചെറു സംഘങ്ങളിലായി. എങ്ങനെയാണ്? മാറി മാറി ഏറ്റെടുത്ത്. സി ആണ് ശരിയായ ഉത്തരം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കളി അനുഭവം. ബാല്യകാല സുഹൃത്തുക്കളോടും സഹപാഠികളോടും ചേർന്ന് പല വിധത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണല്ലോ നിങ്ങൾ. അവധിക്കാലത്ത് ആഹ്ലാദത്തിമിർപ്പോടെ കളിച്ച ഏതെങ്കിലും ഒരു കളി അനുഭവം ചുരുക്കി എഴുതുക. അപ്പോൾ നിങ്ങൾ കളിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച്, ആ കളി അനുഭവത്തെക്കുറിച്ച് ചുരുക്കി എഴുതുക. അപ്പോൾ നിങ്ങൾ ഫുട്ബോൾ കളിച്ചതാവാം, ക്രിക്കറ്റ് കളിച്ചതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കളികളാണോ കളിച്ചത് ആ കളികളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എത്ര പേര് പങ്കെടുത്തു, അതിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്, രസകരമായ അനുഭവങ്ങൾ കളിക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ ആ കളി അനുഭവം ചുരുക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കളി എഴുതുമ്പോൾ ആ കളിയുടെ പേരൊക്കെ ഒന്ന് എഴുതി എന്ത് ചെയ്യണം? ആ അനുഭവം ഹെഡിങ്ങിലങ്ങായിട്ട് ഇന്ന കളി എന്നുള്ളതൊക്കെ എഴുതിയിട്ട് നിങ്ങളുടെ കളി അനുഭവം ചുരുക്കി എഴുതുക. ബി ക്വസ്റ്റ്യൻ, അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ചു താഴേക്കും ഓടണം. ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. ഈ നിബന്ധനകൾ ടോമോയിലെ കായികമേളയിലെ ഏത് മത്സര ഇനവുമായി ബന്ധപ്പെട്ടതാണ്?
അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടണം. ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇത് നിങ്ങളെ പഠിക്കാനുള്ള ചാപ്റ്റർ ആയിരുന്നു അല്ലേ, ടോമോയിലെ കായികമേള. അപ്പോൾ ടോമോയിലെ കായികമേളയിലെ ഏത് മത്സര ഇനവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വടംവലി, മീൻവായിലൂടെ ഓട്ടം, റിലേ ഓട്ടം, 3 കാലിലോട്ടം. ഇതിലേതാണ് ശരിയായ ഉത്തരം? റിലേ ഓട്ടം, സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് സി. ഒരു പക്ഷേ ആർക്കറിയാം, തകഹാഷിയുടെ വിജയത്തിനു വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചയാവാം ടോമോഷയിലുള്ള പ്രത്യേക ഇനങ്ങൾ. ഈ സംശയം ശരിയാണെങ്കിൽ എന്തിനു വേണ്ടിയാകാം മാസ്റ്റർ അങ്ങനെ ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മറ്റു കുട്ടികളെ സന്തോഷിപ്പിക്കാനാണോ, അതോ ചിലരെയൊക്കെ തോൽപ്പിക്കാനാണോ, അതോ തകഹാഷിയുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ടാണോ, ടോട്ടോച്ചാനെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ്? തകഹാഷിയുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് അല്ലേ, ടോമോഷയിലുള്ള പ്രത്യേക ഇനങ്ങൾ. നെക്സ്റ്റ്, ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രം എഴുതിയാൽ മതി. ഒന്നെങ്കിൽ ഡയറി എഴുതുക, അല്ലെങ്കിൽ കുറിപ്പ് എഴുതുക. എന്താണ് ഡയറി എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? മുറ്റത്ത് ആട്ടിൻകുട്ടികളോടൊപ്പം ആർത്തുല്ലസിച്ച് ഓടിക്കളിക്കുകയായിരുന്നു ദിയ. ദിയ, ഇവിടെ വന്നേ, ഈ പാത്രങ്ങൾ കഴുകി വയ്ക്ക്, അമ്മ വിളിച്ചു. അമ്മയെ സഹായിച്ച് വെളിയിൽ വന്ന് അവൾ പേരമരത്തിൻ്റെ ശിഖരങ്ങളിൽ ചവിട്ടിക്കയറി. ആ കിളി മുട്ടകൾ വിരിഞ്ഞോ ആവോ. ദിയ, നീ ദീപുവിൻ്റെ യൂണിഫോം കഴുകിയിട്ടോ, അമ്മ വീണ്ടും വിളിച്ചു. ഈ അമ്മ ഇങ്ങനെ തന്നെ, അവനോട് പറഞ്ഞാൽ എന്താ? അന്ന് രാത്രി ദിയ എഴുതാനിടയുള്ള ഡയറി സങ്കല്പിച്ചെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഡേറ്റ് എഴുതണം ആദ്യം അല്ലേ, ഡേറ്റ് എഴുതണം. പിന്നെ ഡേ എഴുതണം, ദിവസം, തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെയുള്ള ഏതെങ്കിലും ദിവസം എഴുതണം. എന്നിട്ട് എന്തായിരുന്നു? ഇന്നെനിക്ക് മറക്കാനാവാത്ത ദിവസമായിരുന്നു, അല്ലെങ്കിൽ ഇന്നെനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു, അല്ലെങ്കിൽ സങ്കടമുള്ള ദിവസമായിരുന്നു. നിങ്ങൾ ഡയറിയിൽ എങ്ങനെയാണ് എഴുതുക? ആദ്യം അങ്ങനെയാണ് തുടങ്ങേണ്ടത് അല്ലേ. എന്നിട്ട് ഇന്ന് എന്തൊക്കെയായിരുന്നു ദിയയ്ക്ക് സംഭവിച്ചത് അല്ലേ, കഥയിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത്, അവൾ എന്തൊക്കെ ചെയ്തു, അവൾ പിന്നെ എന്തൊക്കെ കളിച്ചു, എന്തൊക്കെ ഇത് ചെയ്തു, പിന്നെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു എന്നും പറഞ്ഞ് ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറി എഴുതുമ്പോൾ ഒരു കോളമൊക്കെ വരയ്ക്കുകയും വേണം. ഇനി കുറിപ്പാണ് പറഞ്ഞത്. കളിയല്ല കളി എന്ന യൂണിറ്റിലെ വിവിധ പാഠങ്ങളിലൂടെ പലവിധ കളികൾ പരിചയപ്പെടുകയും കളിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ക്ലാസ്സിൽ തയ്യാറാക്കുന്ന കളിപ്പതിപ്പിലേക്ക് ഏതെങ്കിലും ഒരു കളിയുടെ കളി നിയമങ്ങളും കളി രീതികളും ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്ക്കുക. വീണ്ടും കളിയെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ കളി എഴുതുമ്പോൾ ഒരു കളിയുടെ പേര് എഴുതുക. ഞാൻ കളിക്കാൻ പോകുന്നത് ഒളിച്ചുകളിയാണ്, അല്ലെങ്കിൽ ആദ്യം ഒളിച്ചുകളി എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് കളിയാണോ നിങ്ങൾ കളിക്കുന്നത് ആ കളിയുടെ പേര് ആദ്യം കൊടുക്കുക. പിന്നെ ആ കളി എങ്ങനെ, എത്ര പേര് വേണം, ആ കളിയിൽ എന്താണ് നിയമം, ആരാണ്, ഇപ്പോൾ ഒളിച്ചുകളിയാണ് എഴുതുന്നതെങ്കിൽ ഒരാൾ എണ്ണണം, ഇത്ര നമ്പർ വരെ എണ്ണണം, മറ്റുള്ളവരൊക്കെ ഇന്ന സ്ഥലത്ത് പോയി വേറെ സ്ഥലങ്ങളിൽ പോയി ഒളിക്കണം, കണ്ടുപിടിക്കണം. അതൊക്കെ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ചുവടെ കൊടുത്ത 4A 4B 4A 4B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതാനാണ്. ആദ്യം പറഞ്ഞത് കഥാരചനയാണ്. കുട്ടികൾ ഓടിക്കളിക്കുന്ന മൈതാന വക്കിലായി ഒറ്റയ്ക്കിരുന്നു കരയുന്നൊരു കുട്ടി. എങ്ങനെ കളിക്കുവാൻ, ആരെന്നെ കൂട്ടുവാൻ? ഈ കൊച്ചുകുട്ടിയെ എന്താവും മറ്റുള്ളവർ കളിക്കാൻ കൂട്ടാത്തത്? കുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു കഥ എഴുതുക. അതായത് ഈ കഥ നിങ്ങൾക്ക് സങ്കല്പിച്ച് എഴുതാം. അതായത് ഒരു മൈതാനത്തിൻ്റെ വക്കിലായിട്ട് ഒരു കൊച്ച് ഒറ്റയ്ക്കിരുന്ന് കരയാണ് അല്ലേ. അപ്പോൾ അവനെ കളിക്കാൻ ആരും കൂട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായിരിക്കും ആ കുട്ടിയെ മറ്റുള്ളവർ, ഒന്നെങ്കിൽ അവന് കളിക്കാൻ കഴിയാത്ത വിധം എന്തെങ്കിലും വയ്യായികയുള്ളൊരു കുട്ടിയാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ചെറിയ കുട്ടിയാവാം, അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം. അപ്പം മറ്റുള്ളവർ അവനെ കളിക്കാൻ കൂട്ടാത്തത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അവനെ കഥാപാത്രമാക്കിയിട്ട് ഒരു കഥ എഴുതാം. അപ്പോൾ എന്താണ്, പണ്ട് ഒരു സ്ഥലത്ത് ഇന്നൊരു കുട്ടി ജീവിച്ചിരുന്നു. അവൻ എന്ത് ചെയ്യുന്നു, അവന് ഒരു ദിവസം മൈതാനത്തിൻ്റെ വക്കീലായിട്ടിരിക്കുമ്പോൾ കുറേ കുട്ടികൾ ഓടിക്കളിക്കുന്നു. അവർ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് അവൻ അവിടെ ഇരുന്ന്, ആ കുട്ടിയുടെ പേരൊക്കെ കൊടുക്കണം, അവിടെ ഇരുന്ന് കരയുമായിരുന്നു. അവൻ കരഞ്ഞു. അവനാരും കളിക്കാൻ കൂട്ടുന്നില്ല. അതടുത്തിട്ടാണ് അവൻ കരയുന്നത്.
ആരും എന്നെ കൂട്ടാത്ത എന്താണെന്നൊക്കെ ഓർത്ത് അവൻ കരയായിരുന്നു. അങ്ങനെ കഥകൾ എഴുതിയിട്ട് അവസാനം അതിന് നല്ലൊരു എൻഡിങ് കൊടുക്കുക. അവനെ കൂട്ടുകാർ വന്ന് മറ്റുള്ളവർ വന്ന് അവനെ കളിക്ക് കൂട്ടാനായിട്ട് വിളിക്കുന്നതായിട്ടും അവൻ അവരുടെ കൂടെ കൂടിച്ചേർന്ന് കളിക്കുന്നതൊക്കെ ആയിട്ട് നല്ലൊരു എൻഡിങ്ങും കൊടുത്ത് കഥ അവസാനിപ്പിക്കുക. കഥയ്ക്കൊരു പേര് കൊടുക്കാനും മറക്കരുതിട്ട് കൂട്ടുകാരെ. അപ്പോൾ രണ്ടാമത്തേത് വായനാക്കുറിപ്പ് തയ്യാറാക്കാനാണ്. വായനാക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അവധിക്കാലത്തും വായനാ പക്ഷാചരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിരവധി കഥകളും കവിതകളുമൊക്കെ വായിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ പുസ്തകത്തെയോ രചനയെയോ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബുക്കുകളെക്കുറിച്ചും ഇതിനൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ബുക്കുകളും കവിതകളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക്, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഥകൾ, ഭൂമിയുടെ അവകാശികൾ എന്ന കഥയായിരുന്നു എന്നും, പിന്നെ ആ കഥയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഇന്ന ആൾക്കാരൊക്കെ ആയിരുന്നു, എനിക്കിത് വായിച്ചപ്പോൾ വളരെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഒരു വായനാക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ നോട്ടീസ് തയ്യാറാക്കാനാണ്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ പഠനയാത്ര പോകുന്നു. 2025 ആഗസ്റ്റ് 25 രാവിലെ 8 മണിക്ക് യാത്ര ആരംഭിക്കും. പ്രദേശത്തെ സാഹിത്യ പ്രധാനമുള്ള വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണ് ലക്ഷ്യം. വിദ്യാരംഗം കൺവീനർ യാത്ര നയിക്കും. രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും ഈ വിവരം അറിയിക്കാൻ ഒരു നോട്ടീസ് തയ്യാറാക്കുക. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ എന്താണ്, നിങ്ങൾ യാത്രയാണ് അല്ലേ, യാത്ര പോവാണ്. എന്തിൻ്റെ യാത്രയാണ്? സാഹിത്യ പഠനയാത്ര. അപ്പോൾ സാഹിത്യ പഠനയാത്ര എന്ന് ഹെഡിങ് കൊടുക്കണം. സാഹിത്യ, ആദ്യം കോളം വരയ്ക്കണം, പിന്നെ സാഹിത്യ പഠനയാത്ര. അപ്പോൾ രക്ഷിതാക്കളെയും പൊതുജനങ്ങളെയും അറിയിക്കപ്പെടണം. അപ്പോൾ മാന്യരെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം. മാന്യരെ എന്താണ്, പിന്നെ നമ്മുടെ സ്കൂൾ ഏതാണോ, ഇപ്പം നമ്മുടെ സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ ABC സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ 2025 ഓഗസ്റ്റ് 25 രാവിലെ 8 മണിക്ക് ഒരു പഠനയാത്ര, സാഹിത്യ പഠനയാത്ര നടത്തുന്നു. സാഹിത്യ പ്രാധാന്യമുള്ള വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. വിദ്യാരംഗം കൺവീനറാണ് യാത്ര നയിക്കുന്നത്. രക്ഷിതാക്കളെയും പൊതുജനങ്ങളെയും ഈ വിവരം അറിയിച്ചു കൊള്ളുന്നു എന്നും പറഞ്ഞിട്ട് നന്ദിയോടെ വിദ്യാരംഗം കൺവീനർ, അങ്ങനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ എല്ലാ വിവരങ്ങളും ഉണ്ട്. അപ്പോൾ അത് എഴുതുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കണം. സാഹിത്യ പഠന യാത്ര എന്ന ഹെഡിങ് നിങ്ങൾ കൊടുക്കണം കേട്ടോ. സാഹിത്യ പഠന യാത്ര എന്ന് കൊടുക്കണം. പിന്നീട് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, സ്കൂളിൽ നിന്ന് വിദ്യാരംഗം കലാസാഹിത്യയുടെ ആഭിമുഖ്യത്തിൽ 2025 ആഗസ്റ്റ് 25 രാവിലെ 8 മണിക്ക് സാഹിത്യ പ്രധാനമുള്ള സന്ദർശിക്കാൻ വേണ്ടി ഒരു സാഹിത്യ പഠനയാത്ര നടത്തുന്നു. വിദ്യാരംഗം കൺവീനർ യാത്ര നയിക്കും. അത്രയും കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ഇതിനകത്തേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. എന്നിട്ട് നന്ദിയോടെ അല്ലെങ്കിൽ സ്നേഹപൂർവ്വം രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും പേര് HM അല്ലെങ്കിൽ സ്കൂൾ ലീഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് 6ാമത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാട്ടിലെ കളികൾ എന്ന പാഠഭാഗത്ത് കുട്ടികളുടെ വിവിധ കളികൾ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ടോമോയിലെ കായികമേള എന്ന പാഠഭാഗത്തിൽ വ്യത്യസ്തമായ ചില കളികളാണ് കണ്ടത്. രണ്ടിനും 2 ലക്ഷ്യങ്ങളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? 2 പാഠസന്ദർഭങ്ങളെയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 ചാപ്റ്ററുകൾ പറയുന്നു. ഒന്ന് കാട്ടിലെ കളികളും 2 ടോമോയിലെ കായികമേളയും. രണ്ടിടത്തും വ്യത്യസ്തമായ കളികളാണ് നമ്മളുള്ളത് അല്ലേ. അപ്പോൾ രണ്ടിലെയും കളികൾക്ക് വ്യത്യസ്ത ലക്ഷ്യങ്ങളും വ്യത്യസ്ത ഗുണങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ടിലെയും, അതായത് കാട്ടിലെ കളികളിൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കളികളായിരുന്നു, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു. ടോമയിലെ കായികമേളയിൽ പറയുന്ന കളികൾ ഏതൊക്കെയായിരുന്നു, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നോക്കിയിട്ട് രണ്ടും കൂടി താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 പാഠഭാഗത്തെയും കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.